ഹലോ, വെൽക്കം ടു ഹൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് +2 NIS കെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേര് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിന്റെ ഫസ്റ്റ് ലെസൺ ആണ് നോക്കുന്നത്. ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്മെറ്റിക്. അപ്പോൾ നമ്മൾ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ ലെസൺ. ഫസ്റ്റ് എന്താണ്, വാട്ട് ഈസ് കെമിസ്ട്രി? എന്താണ് കെമിസ്ട്രി എന്നാണ്. നമുക്കറിയാം കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ്ജക്റ്റ് ആണ്, ഒരു വിഷയമാണ്, ഒരു സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സബ്ജക്റ്റ് ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സബ്ജക്ട്, ഒരു സബ്ജക്ട് മാത്രമല്ല. കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കെമിസ്ട്രി പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന് വരുന്ന ചേഞ്ചസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യുന്നത്. സോ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ ആൻഡ് ദ ചേഞ്ചസ് ഇറ്റ് അണ്ടർഗോസ്. ഓക്കെ, ഇനി കെമിസ്ട്രിയുടെ സ്കോപ്പ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ 4 സ്കോപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഹെൽത്ത് ആൻഡ് മെഡിസിൻ. നമുക്കറിയാലോ, നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോകും അല്ലെ. ഹോസ്പിറ്റലിൽ പോയാൽ എന്ത് ചെയ്യും? നമുക്ക് ടാബ്ലറ്റ്സ് തരും, നമ്മളത് കൺസ്യൂം ചെയ്യും അല്ലെ. അപ്പൊ അതായത് നമുക്കൊരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിനെ ക്യൂർ ചെയ്യാനായാലും അതിനെ പ്രിവെന്റ് ചെയ്യാനായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കെമിസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്. നോക്കി നോക്കാം, നമ്മൾ ടാബ്ലറ്റ്സ് പറഞ്ഞു, മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അവിടെ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? കെമിസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാക്സിൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വാക്സിൻസ്, അവിടെ എന്താണ്? കെമിസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹെൽത്ത് ആൻഡ് മെഡിസിന്റെ ആ ഒരു സെക്ടർ ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കെമിസ്ട്രി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടൊരു അപ്ലിക്കേഷൻ എന്താണ് കെമിസ്ട്രിയുടെ, അല്ലെ സ്കോപ്പ് എന്താണ്? എനർജി ആൻഡ് എൻവയോൺമെന്റ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് കൈൻഡ് ഓഫ് എനർജീസ് ഉണ്ട് അല്ലെ, ഒരുപാട് സോഴ്സ് ഓഫ് എനർജീസ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്താണ്? നമുക്കറിയാം സോളാർ എനർജിയാണ്, സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി അല്ലെ. സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഡിഫറെന്റ് ഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ഒരിക്കലും കൺവേർട്ട് ചെയ്യുന്നതല്ലല്ലോ. സണ്ണിന്ന് ലൈറ്റ് വന്നാൽ നേരെ ഇലക്ട്രിസിറ്റി ആവില്ലല്ലോ. അവിടെ എന്തൊക്കെയോ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. അവിടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ആരുണ്ട്? കെമിസ്ട്രിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോ ഇനിയിപ്പോ സോളാർ എനർജി മാത്രമല്ല, വേറെ ഒരുപാട് ഫോംസ് ഓഫ് എനർജിയിലല്ലോ. ഫോസിൽ ഫ്യൂവലിൽ വരുന്ന കോൾ, പെട്രോളിയം, ഇവിടെയൊക്കെ എന്താണ്? കെമിസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി തേർഡ് സ്കോപ്പ് എന്താണ്? മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി. നമുക്കറിയാം ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ റബ്ബർ, സെറാമിക്, നാനോ പാർട്ടിക്കിൾസ്, സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇവിടെ ഒക്കെ എന്താണ്? കെമിസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത്. ടെക്നോളജിയുടെ ഗ്രോത്തിലും എന്താണ്? കെമിസ്ട്രിക്ക് ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെ ഉണ്ട്. ഇനി നാലാമത്തെ സ്കോപ്പ് എന്താണ് കെമിസ്ട്രിയുടെ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. നമുക്കറിയാം ഫുഡ് പ്രിസർവ് ചെയ്യാനായാലും അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ ക്രോപ്പിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ആയിട്ടും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ എന്താണ്? കെമിസ്ട്രിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ എന്താണ് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ, കെമിസ്ട്രി എന്താണ്? മാറ്ററിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതിന്റെ ചേഞ്ചസ്, അത് എന്തൊക്കെ ചേഞ്ചസ് ആണ് അണ്ടർഗോ ചെയ്യുന്നത്, അതാണ് എന്താ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിന്റെ സ്കോപ്പ് 4 എന്നാണ് പറഞ്ഞത്. ഹെൽത്ത് ആൻഡ് മെഡിസിൻ, എനർജി ആൻഡ് എൻവയോൺമെന്റ്, മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി ആൻഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഓ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കെമിക്കൽ റിയാക്ഷനിൽ എന്താ സംഭവിക്കുക? റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്താ പറയാ, എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ആയി മാറുക അല്ലെ. എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ആയി മാറുന്നതിനെ, ഫോം ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുക? ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുന്നത് എന്താ പറയാ? റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയി മാറുക അല്ലെ. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയി മാറുന്ന സമയത്ത് സെർട്ടൈൻ ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഗവേൺ ചെയ്യുന്നത്, അതായത് ചില ലോസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യണം. അതാണ് അതിന്റെ 3 ലോസ് ആണ് ഈ ലോ ഓഫ് കെമിക്കൽ കോമ്പോസിഷനിൽ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ലോ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സെക്കൻഡ് ലോ, ലോ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. തേർഡ് ലോ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നമുക്ക് ഇനി ഓരോ ലോസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആന്റണി ലാവോസിയർ കൊണ്ടുവന്ന ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇതിൽ പറയുന്നത് എന്താണ്? മാസ് എന്താണ്? കൺസേർവ്ഡ് ആണ്. അതാ ടൈറ്റിൽ തന്നെയുണ്ട്, മാസ് കൺസേർവ്ഡ് ആണ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയി മാറും അല്ലെ. അപ്പൊ റിയാക്ടൻസിന്റെ മൊത്തം മാസും പ്രോഡക്റ്റിന്റെ മൊത്തം മാസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് മാസ് ബിഫോർ റിയാക്ഷനും മാസ് ആഫ്റ്റർ റിയാക്ഷൻ എന്തായിരിക്കും? സെയിം. അതായത് റിയാക്ടൻസിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കറിയാം വാട്ടർ ഉണ്ടാവും. അതായത് 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ 2H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 gram ആണ് നമുക്കറിയാം. അപ്പൊ 2H2 മോളിക്യൂൾസ് അല്ലെ, 2H2 മോളിക്യൂൾസ്. അപ്പൊ എന്താണ്? 4 gram ഓഫ് ഹൈഡ്രജനും O2 മോളിക്യൂൾ അല്ലെ. അപ്പൊ 32 gram ഓഫ് ഓക്സിജനും, അതായത് 4 gram ഹൈഡ്രജനും 32 gram ഓക്സിജനും കമ്പൈൻ ചെയ്ത് 2H2O ഉണ്ടാക്കും. H2O ന്റെ മാസ് എന്താണ്? H2O ന്റെ മാസ് എന്താണ്?
2H2 ആവുമ്പോൾ 36 ഗ്രാം. ഒരു H2 18 ഗ്രാം ആണെങ്കിൽ 18 ഗ്രാം ഇൻറ്റു 2 ആണ്. അപ്പൊ 36 ഗ്രാം. അതായത് 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആയിട്ടുള്ള വാട്ടറിന്റെ മാസ് എത്രയാണ്? 36 ഗ്രാം. അപ്പൊ നമുക്ക് റിയാക്ടന്റിന്റെ മാസ് പറയുമ്പോൾ 32 പ്ലസ് 4 ഗ്രാം എത്രയാണ്? 36 ഗ്രാം. റിയാക്ടൻസിന്റെ മൊത്തം മാസ് രണ്ടും കൂട്ടിയുള്ള മാസ് എത്രയാണ്? 36 ഗ്രാം. റിയാക്ഷൻ നടന്ന് കിട്ടിയ വാട്ടറിന്റെ അതിന്റെ മാസ് എത്രയാണ്? 36 ഗ്രാം. അപ്പൊ രണ്ട് ഭാഗത്തും 36 ഗ്രാം വന്നില്ല. അതായത് ഒരു റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടോട്ടൽ മാസ് ഓഫ് ഓൾ റിയാക്ടൻസ്, എല്ലാ റിയാക്ടൻസിന്റെയും മാസും എല്ലാ പ്രോഡക്ട്സിന്റെയും മാസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് ഒരു മാറ്റർ എന്ത് ചെയ്യുന്നില്ല, പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നോ ഡിസ്ട്രോയ് ചെയ്യുന്നോ ഇല്ല. എപ്പോഴും എന്താണ്? ഒരു റിയാക്ഷനിൽ മാസ് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അതാണ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ? നമുക്ക് രണ്ടാമത്തെ നോക്കി നോക്കാം. ലോ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിൽ പറയുകയാണെങ്കിൽ നമുക്ക് വായിച്ചു നോക്കാം. In a given chemical compound, the proportion by mass of an element that compose it are fixed independent of the origin of compound or its mode of separation. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാർബണും ഓക്സിജനും കൂടി ചേർന്ന് നമുക്ക് എന്തുണ്ടാവും അറിയാം? കാർബണും സിയും O2 മോളിക്യൂളും കമ്പൈൻ ചെയ്താൽ CO2 ഉണ്ടാവും അറിയാം അല്ലെ? C+O2 gives CO2 ആണ് നമുക്കറിയാം. കാർബണും ഓക്സിജനും കൂടി ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അറിയാം. അപ്പോ കാർബണും ഓക്സിജനും C+O2 ഏത് റേഷ്യോയിലാണ് അവർ കമ്പൈൻ ചെയ്തത്? 1:2 റേഷ്യോയിലാണ് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? അപ്പോ ഏത് സോഴ്സിൽ നിന്ന് ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, ഏത് സോഴ്സിൽ നിന്ന് ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, എപ്പോഴും ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:2 ആയിരിക്കും. അതായത് ഏത് സോഴ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണ് ആ കോമ്പൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിഷയമേ അല്ല. പകരം എന്താണ്? ആ എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്ന, ആ എലമെന്റ്സിന്റെ മാസ് കമ്പൈൻ ചെയ്യുന്നത് എന്താണ്? ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താ? കാർബണും ഓക്സിജനും കൂടി കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ എപ്പോഴും കാർബണും ഓക്സിജനും 1:2 റേഷ്യോയിൽ തന്നെ കമ്പൈൻ ചെയ്യണം. ഇതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കിയേക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് എന്താവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അല്ലെ? കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സിയും O2 കൂടി ചേർന്ന് CO2 ഉണ്ടാവും. അതുപോലെ കാർബണും ഓക്സിജനും കാർബണും ഒറ്റ ഓക്സിജൻ ആറ്റം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താവും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. അതായത് കാർബൺ തന്നെ രണ്ട് ഡിഫറെന്റ് എലമെന്റ് ആയിട്ട്, കാർബൺ തന്നെ ഒരു ഓക്സിജൻ ആറ്റവുമായിട്ടും ഒരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൽ മാറ്റം വന്നു. ഒന്ന് കാർബൺ മോണോക്സൈഡ് ആയി, ഒന്ന് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആയി. അപ്പോ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഒരു ഫിക്സഡ് മാസ് ഉള്ള ഒരു എലമെന്റ്, അതായത് ഫിക്സഡ് മാസ് ഉള്ള എലമെന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആരാ? കാർബൺ. ഒരു ഫിക്സഡ് മാസ് ഉള്ള ഒരു എലമെന്റ് ഒരു ഡിഫറെന്റ് മാസ് ഉള്ള വേറൊരു എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ, ഒരു ഫിക്സഡ് മാസ് ഉള്ള എലമെന്റ് ഒരു ഡിഫറെന്റ് മാസ് ഉള്ള വേറൊരു എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ കാർബൺ സെയിം കാർബൺ തന്നെ എന്ത് ചെയ്തു? ഓക്സിജൻ O2 മോളിക്യൂളുമായിട്ടും ഓക്സിജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായി? ഡിഫറെന്റ് ആയി. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, ഒന്ന് കാർബൺ മോണോക്സൈഡ് ആയി. ഇനി ഈ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് വരുന്നത്, ഈ ഡിഫറെന്റ് എലമെന്റ്സിന് എന്താണ്? ഒരു ഫിക്സഡ് റേഷ്യോ ഉണ്ട്. അത് മാത്രമല്ല, ഇതിൽ പറയുന്ന ഡിഫറെന്റ് മാസ് ഉള്ള എലമെന്റ്സിന്റെ മാസുകൾ തമ്മിൽ എന്താണ്? ഒരു ഫിക്സഡ് റേഷ്യോ ഉണ്ടായിരിക്കും. ഇപ്പൊ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുമ്പോൾ കാർബണും ഓക്സിജൻ ആറ്റവും കൂടിയിട്ടാണ്. അപ്പോ 16 മാത്രമാണ് അവിടെ എന്നുള്ളത്? കാർബൺ ഉള്ളത്. ഇനി ഓക്സിജൻ ഉള്ളത്. ഇനി കാർബൺ പ്ലസ് O2 ഗീവ്സ് CO2 ആണെങ്കിലോ 32 ഗ്രാം ആണ് എന്തുള്ളത്? ഓക്സിജൻ ഉള്ളത്. അപ്പോ 16:32 എന്നുള്ള റേഷ്യോ, അതായത് 1:2 റേഷ്യോയിൽ തന്നെയാണ് അവിടെയും കമ്പൈൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് രണ്ടിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണ്. ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണ്. അപ്പൊ ഒന്നിലധികം കോമ്പൗണ്ട്സ് ഉണ്ടാവുമ്പോൾ ഈ കമ്പൈൻ ചെയ്യുന്ന എലമെന്റിൽ ഒരാൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള മാസ് ആയിരിക്കും, ഒരാൾക്ക് എന്താണ്? കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മാസ് ആയിരിക്കും. അപ്പൊ ഈ ഫിക്സഡ് മാസ് ഉള്ള എലമെന്റ് ഫിക്സഡ് മാസ് അല്ലാത്ത ഡിഫറെന്റ് മാസ് ഉള്ള എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നിലേറെ കോമ്പൗണ്ട്സ് ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഡിഫറെന്റ് മാസ് ഉള്ള എലമെന്റ്സ് ഇല്ലേ, അവര് തമ്മിൽ എന്തായിരിക്കും? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ എന്താ പറഞ്ഞത്? കാർബണും ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. കാർബണും ഓക്സിജൻ മോളിക്യൂളും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. സോ ആദ്യത്തിൽ എന്താ പറഞ്ഞത്? ഓക്സിജൻ ആറ്റവും, രണ്ടാമത്തിൽ ഓക്സിജൻ മോളിക്യൂളും. ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എന്താണ് വരുന്നത്? 16 ഗ്രാമും ഓക്സിജൻ മോളിക്യൂളിന്റെ മാസ് എന്താണ്?
32 ഗ്രാം. അപ്പൊ 16:32 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1:2 കിട്ടും. കാർബണിൽ അവിടെ മാറ്റമൊന്നും വന്നിട്ടില്ല. കാർബൺ 12 ഗ്രാം തന്നെയാണ്. രണ്ടിലും കാർബൺ തന്നെയാണ് റിയാക്ട് ചെയ്തത്. പക്ഷെ ആരുമായിട്ട് റിയാക്ട് ചെയ്തു? ഒന്ന് ഓക്സിജൻ ആറ്റമായിട്ടും ഒന്ന് ഓക്സിജൻ മോളിക്യൂൾ ആയിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിച്ചപ്പം ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? വെൻ ടു എലമെന്റ്സ് ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, രണ്ട് എലമെന്റ്സ് ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് മാസ് ഓഫ് വൺ എലമെന്റ്, ഒരു എലമെന്റിന്റെ മാസ് ഈ കോമ്പൗണ്ടിലുള്ളത് ഫോർ എ ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെന്റ് ആർ ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ, സിമ്പിൾ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എന്താ കെമിസ്ട്രി, അതിന്റെ സ്കോപ്പ് പറഞ്ഞു, 3 ലോസ് പറഞ്ഞു, കെമിക്കൽ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന 3 ലോസ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയാണ്. ഡാൾട്ടന്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ആറ്റം വെച്ചിട്ടാണ്. നമ്മളെ ചുറ്റുമുള്ള എല്ലാ മാറ്ററും ഉണ്ടാക്കിയിട്ടുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ആറ്റം ആണ്. ആറ്റം എന്താണ്? ഇൻഡിവിസിബിൾ ആണ്, പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആറ്റം ആണ് ഏറ്റവും ചെറുത്, അതിനെ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞത്? ജോൺ ഡാൾട്ടൺ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ചെറിയ കണായിട്ടുള്ള ആറ്റം വെച്ചിട്ടാണ്, ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആയിട്ടുള്ള ആറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? all atoms of a given chemical elements are identical in mass. അതായത് ഒരു എലമെന്റിനകത്തുള്ള എല്ലാ ആറ്റത്തിനും എന്തായിരിക്കും? ഒരേ മാസും ഒരേ പ്രോപ്പർട്ടീസും ആയിരിക്കും. ഒരു എലമെന്റിലുള്ള എല്ലാ ആറ്റത്തിനും ഒരേ പ്രോപ്പർട്ടീസും ഒരേ മാസും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഈ ഡിഫറെന്റ് കെമിക്കൽ എലമെന്റിലുള്ള ആറ്റംസ് ഒക്കെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിഫറെന്റ് ആയിരിക്കും, പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി നാലാമത്തെ എന്താ പറയുന്നത്? ആറ്റംസ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. ആറ്റം എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതേ പോയിന്റ് ആണ്, ഫോർമേഷൻ ഓഫ് ഒരു കോമ്പൗണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. അൺലൈക്ക് ഒരുപോലെ അല്ലാത്ത എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണെന്നാണ് പറയുന്നത്. ഡാൾട്ടൺസ് ആറ്റോമിക് തിയറിയിൽ 5 പോസ്റ്റുലേറ്റ് ആണ് പറയാനുള്ളത്. ഒന്നെന്താണ്? മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻഡിവിസിബിൾ ആയ ആറ്റംസ് വെച്ചിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒരേ കെമിക്കൽ എലമെന്റ്സ്, ഒരു എലമെന്റിലുള്ള എല്ലാ ആറ്റംസും എന്തായിരിക്കും? സെയിം ആയിരിക്കും, സെയിം പ്രോപ്പർട്ടി, സെയിം മാസ് ആയിരിക്കും. ഡിഫറെന്റ് എലമെന്റിലോ ഡിഫറെന്റ് ആറ്റംസ് ആയിരിക്കും, അതിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസും ഡിഫറെന്റ് മാസും ഒക്കെ ആയിരിക്കും. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? ആറ്റം എന്താണ്? ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അഞ്ചാമത്തെ എന്താണ്? എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്ന സമയത്ത് അവർ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നത്. ഇതാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾ, എന്താണ് എലമെന്റ് എന്നുള്ളതാണ്. ആറ്റം എന്താണെന്നുള്ളത് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ നോക്കുന്നതാണ് അല്ലെ. ആറ്റം എന്താണ്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. അതായത് ഒരു മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ചെറിയ കണം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ് എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്. ആൻ ആറ്റം ഈസ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെന്റ് ദാറ്റ് റീറ്റെയിൻ ഇറ്റ്സ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ആറ്റം എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആറ്റം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. ഏതൊരു മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആറ്റം എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മോളിക്യൂൾ എന്നാണ്. മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആറ്റംസ് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ആറ്റം കമ്പൈൻ ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത്? മോളിക്യൂൾസ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് മോളിക്യൂൾസ് പറയുന്നുണ്ട്, ഡയാറ്റോമിക് മോളിക്യൂളും പോളി ആറ്റോമിക് മോളിക്യൂളും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, മോളിക്യൂൾ ഇസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ആറ്റംസ് ഇൻ ഡെഫിനിറ്റ് അറേഞ്ച്മെന്റ് ഹെൽഡ് ടുഗെദർ ബൈ കെമിക്കൽ ഫോഴ്സ്. അതിൽ രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് മോളിക്യൂൾസ്. എങ്ങനെ അവർ കമ്പൈൻ ചെയ്തത്? കെമിക്കൽ ബോണ്ടിങ് വഴിയാണ്. ബോണ്ടിങ് ഒക്കെ നമ്മൾ ഇനി വരും ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നതാണ്. ഇപ്പൊ രണ്ട് ടൈപ്പ് മോളിക്യൂൾ നമ്മൾ ഡയാറ്റോമിക്, പോളി ആറ്റോമിക്. ഡയാറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ആറ്റംസ് ഉണ്ടായിരിക്കും. സെയിം എലമെന്റിലുള്ള രണ്ട് ആറ്റം ആവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് എലമെന്റിലുള്ള രണ്ട് ആറ്റം. സെയിം എലമെന്റിലുള്ള രണ്ട് ആറ്റം ആണ് ഇവിടെ നൈട്രജൻ N2 മോളിക്യൂൾ, ഓക്സിജൻ O2 മോളിക്യൂൾ. രണ്ട് ഓക്സിജൻ, രണ്ട് ഒരേ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ആണെങ്കിലോ രണ്ട് ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന മോളിക്യൂളാണ്, ഹൈഡ്രജനും ക്ലോറിനും. ഇവിടെ ആണെങ്കിലോ കാർബൺ ഓക്സിജനും. ഇനി പോളി ആറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ രണ്ടിലധികം ആറ്റംസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന മോളിക്യൂളിനെയാണ് നമ്മൾ പോളി ആറ്റോമിക് മോളിക്യൂൾ എന്ന് പറയാം. അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആറ്റം കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആറ്റം കമ്പൈൻ ചെയ്യാം. സെയിം ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്? ഓക്സിജൻ, 3 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് ഓസോൺ O3 എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് വാട്ടർ.
അമോണിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റം കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് മോളിക്യൂൾ ഉണ്ട്, ഡയാറ്റോമിക്കും പോളിയാറ്റോമിക്. ഡയാറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ആറ്റംസ് കൂടി ചേർന്ന് കിട്ടുന്നതിനാണ് ഡയാറ്റോമിക് എന്ന് പറയും. രണ്ടിലധികം ആറ്റംസ് കൂടി ചേർന്ന് കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയും, പോളിയാറ്റോമിക് എന്ന് പറയും. ഇനി ഡയാറ്റോമിക്കിലും പോളിയാറ്റോമിക്കിലും എന്താണ്, സെയിം ആറ്റംസ് കമ്പൈൻ ചെയ്യാം, ഡിഫറെന്റ് ആറ്റംസും കമ്പൈൻ ചെയ്യാം എന്ന് പറഞ്ഞു. എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു എലമെന്റ് എന്ന് വെച്ചാൽ. എലമെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പീരിയോഡിക് ടേബിൾ ഒക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 118 എലമെന്റ്സ് ഉള്ള പീരിയോഡിക് ടേബിൾ ഒക്കെ ഫെമിലിയർ ആയിരിക്കും. അപ്പൊ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം ആറ്റംസ് കൂടി ചേർന്നിട്ട് ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ് എന്ന് പറയുന്നത്. സെയിം ആറ്റംസ് കൂടി ചേർന്നിട്ട് കിട്ടുന്ന ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ സബ്സ്റ്റൻസ് ആയി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എലമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് എലമെന്റ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റ്. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇൻ ടു സിമ്പിൾ സബ്സ്റ്റൻസ് ബൈ കെമിക്കൽ മീൻസ്. നമുക്ക് ഒരു സബ്സ്റ്റൻസിനെ സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ എന്ത് പറയുന്ന, എലമെന്റ്സ് എന്ന് പറയുന്നത്. സെയിം ആറ്റം കൂടി ചേർന്ന് കിട്ടുന്നതാണ് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ 118 എലമെന്റ്സ് ഉണ്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ 83 എണ്ണം എന്താണ്, നാച്ചുറലി എർത്തിൽ ഒക്വർ ചെയ്തതാണ്. ബാക്കിയൊക്കെ എന്ത് ചെയ്തതാണ്, സയന്റിസ്റ്റുകൾ റിയാക്ഷൻസിലൂടെ ഒക്കെ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണ്, എലമെന്റ് എന്താണ്. ഇനി നമുക്ക് ഡിഫറെന്റ് എലമെന്റ്സിനെ പരിചയപ്പെടാം. ചില കോമൺ എലമെന്റ്സും അതിന്റെ സിംബലുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ടേബിളിൽ. അലൂമിനിയം, ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കേണ്ട എലമെന്റ്സ് ആണ്. അലൂമിനിയം എന്താണ്, AL വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആർസെനിക് ആണെങ്കിലോ AS വെച്ചിട്ടാണ്. ബാരിയം ആണെങ്കിൽ BA, ബിസ്മത്ത് ആണെങ്കിൽ BI, ബ്രോമിൻ ആണെങ്കിൽ BR, ഫ്ലൂറിൻ ക്യാപിറ്റൽ F വെച്ചിട്ട്. ഇപ്പോൾ എലമെന്റ് സിമ്പിൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും. സെക്കൻഡ് ലെറ്റർ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇനി ഹൈഡ്രജൻ ആണെങ്കിൽ ക്യാപിറ്റൽ H കൊടുത്തു, അയഡിൻ ആണെങ്കിൽ ക്യാപിറ്റൽ I കൊടുത്തു, അയേൺ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ F സ്മോൾ ലെറ്റർ E. അങ്ങനെ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള എലമെന്റ്സ്, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, അങ്ങനെ കുറെ എലമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സിംബലുകളും പഠിക്കണം. ദെൻ SI യൂണിറ്റുകളാണ് ഇനി നമ്മൾ പറയുന്ന SI യൂണിറ്റ്സ്. നമുക്കറിയാം മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോ 7 ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. 7 ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇനി അവരുടെ ഒക്കെ SI യൂണിറ്റുകൾ എന്താണ്. SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതായത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. സ്മോൾ ലെറ്റർ M ആണ്. മാസ് ആണെങ്കിൽ കിലോഗ്രാം, KG ആണ് സിമ്പല്. ടൈം ആണെങ്കിൽ സെക്കൻഡിലാണ് പറയുക, സ്മോൾ ലെറ്റർ S ആണ്. ഇലക്ട്രിക് കറന്റ് ആണെങ്കിൽ ആംപിയറിലാണ്, ക്യാപിറ്റൽ A. ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ, Kയിലാണ് പറയുക. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ മോളിലാണ് പറയുക, MOL ആണ് അതിന്റെ സിമ്പൽ. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റി ആണെങ്കിൽ കാൻഡില, CDയിലാണ് പറയുക. ഇതാണ് SI യൂണിറ്റുകൾ പരിചയപ്പെടാനുള്ളത്. 7 ബേസ് SI യൂണിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോൾ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത എന്താണ് കെമിസ്ട്രി, കെമിസ്ട്രിയുടെ സ്കോപ്പ് എന്താണ്, പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്, കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടാവുന്ന 3 ലോസ് പറഞ്ഞു, പിന്നെ ഡാൾട്ടന്റെ ആറ്റോമിക് തിയറി പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾ, എന്താണ് എലമെന്റ്, അതിനൊക്കെ എക്സാമ്പിൾസും പഠിച്ചു. പിന്നെ SI യൂണിറ്റുകൾ എന്താണ്, 7 ബേസ് SI യൂണിറ്റുകൾ പഠിച്ചു അല്ലെ. നമ്മൾ നോക്കാൻ പോകുന്നത് മോൾ എന്താണ്. അതായത് ഇപ്പോ 500 സ്ക്രൂ, ഇപ്പൊ എനിക്ക് ഒരു കടയിൽ പോയിട്ട് ഒരു 500 സ്ക്രൂ വാങ്ങണം. 500 സ്ക്രൂ വാങ്ങാൻ ഞാൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും, ഓരോ സ്ക്രൂ ആയിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്താണ് എനിക്ക് തരിക. അല്ല അല്ലെ, അയാൾ എന്ത് ചെയ്യും, വേ ചെയ്ത് തരും. അതായത് വെയിറ്റ് എടുത്ത് നോക്കിയിട്ട് തൂക്കിയിട്ടാണ് എനിക്ക് തരിക അല്ലെ. അങ്ങനെയാണ് ഞാൻ വാങ്ങുക. അതായത് അത് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ വേ ചെയ്ത് തരുന്നത്, അയാൾ നമ്പർ ആയി കൗണ്ട് ചെയ്ത് തരാഞ്ഞത് എന്തുകൊണ്ടാ. സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. പിന്നെ എനിക്ക് എത്ര 500 കൗണ്ട് വേണം, അതായത് 500 എണ്ണം വേണം. 500 എണ്ണം ഇങ്ങനെ ഇരുന്ന് എണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു, വേ ചെയ്ത് തരും അല്ലെ. അപ്പൊ സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ടൊക്കെ കാണാൻ പറ്റുന്ന ആൾക്കാരാ. അപ്പൊ ആറ്റം നമ്മൾ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുക. ആറ്റം ഇപ്പോ നമ്മള് ഇതുപോലെ സ്ക്രൂ വാങ്ങിയ പോലെ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവോ. അപ്പൊ എങ്ങനെയാണ് ആറ്റം വാങ്ങുക. നമുക്കറിയാം കെമിസ്ട്രിയിൽ ആറ്റം അഥവാ മോളിക്യൂൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ആറ്റം, മോളിക്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ്, നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത അത്രയും ചെറുതാണ്. അതിനെ ഇൻഡിവിജ്വലി കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞത് എന്താണ്, ഒട്ടും പോസിബിൾ ആയിട്ടുള്ള, ഓരോരുത്തരായിട്ട് കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റുകൾ ഒരു കൗണ്ടിങ് യൂണിറ്റ് കണ്ടുപിടിച്ചു. ആ കൊണ്ടുവന്ന കൗണ്ടിങ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോൾ എന്ന് പറയുന്നത്.
അപ്പോൾ ആറ്റംസ്, മോളിക്യൂൾസ് ഇതിനൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ കൊണ്ടുവന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മോൾ കൺസെപ്റ്റ് എന്താ നോക്കിയേക്കാം. ഇപ്പൊ നമുക്കറിയാം ഒരു ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 12 വള. ഒരു ഡസൺ വള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വള എന്ന് പറയും അല്ലെ. അതുപോലെ ഒരു പെയർ വള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയർ വള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 വള എന്ന് പറയും അല്ലെ. ഒരു ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എണ്ണാണെന്നും ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണാണെന്ന് പറയാം അല്ലെ. അതേപോലെ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ്. അതായത് ഒരു മോളിൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ പാർട്ടിക്കിൾസ് എന്താവാം, ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയൺ ആവാം, എന്തും ആവാം. അപ്പൊ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ആസ് മെനി എൻറ്റിറ്റീസ്. ആ എൻറ്റിറ്റീസ് എന്താവാം, ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ ഏത് പാർട്ടിക്കിൾസും ആവാം. As there are atoms in exactly 0.012 kilogram or 12 gram of carbon 12 isotope. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, ഇനി എന്തെങ്കിലും അയോൺ ആവാം, അല്ലെങ്കിൽ ഫോർമുല യൂണിറ്റ് ആവാം, എന്തും ആവാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഐറ്റംസ് ആണെന്ന് പറഞ്ഞു. ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐറ്റംസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു അല്ലെ. 6.022 10⁻23 പാർട്ടിക്കിൾസ് ആണ്. അതായത് ഒരു ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 12 ഐറ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മോളിൽ എപ്പോഴും എന്താണ്, ഒരേ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം 12 എണ്ണാണെന്നുള്ളത് അറിയാം. ഒരു പെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 എണ്ണാണെന്നുള്ളത്. അതേപോലെ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും എന്താണ്, ഒരേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്, 6.022 ഇൻറ്റു 10⁻23 അല്ലേ. ഇതിന് നമ്മൾ ഒരു പേര് പറഞ്ഞു വിളിച്ചു, എന്താണ്, അവഗാഡ്രോ കോൺസ്റ്റന്റ്. ഇതിന് സയന്റിസ്റ്റുകൾ കൊടുത്ത പേരാണ് അവഗാഡ്രോ കോൺസ്റ്റന്റ്. NA എന്നാണ് അതിന്റെ സിമ്പൽ. NA എന്നാണ് എഴുതുക, അവഗാഡ്രോ കോൺസ്റ്റന്റ്. അവഗാഡ്രോ കോൺസ്റ്റന്റ് എത്രയാണ്, 6.022 ഇൻറ്റു 10⁻23 മോൾ ഇൻവേഴ്സ്. അപ്പൊ കോൺസ്റ്റന്റിന് എന്താണ്, യൂണിറ്റ് ഉണ്ട്. 6.022 ഇൻറ്റു 10⁻23 മോൾ ഇൻവേഴ്സ്. അവഗാഡ്രോ നമ്പറിന് എന്തില്ല, നമ്പറിനൊരു യൂണിറ്റ് ഇല്ല. 6.022 ഇൻറ്റു 10⁻23 കിട്ടും. അപ്പോ എന്താണ് മോൾ, എന്താണ് അവഗാഡ്രോ നമ്പർ, എന്താണ് അവഗാഡ്രോ കോൺസ്റ്റന്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്താ നമ്മൾ പറഞ്ഞത്, മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ്. അതായത് എത്ര ആറ്റംസ്, എത്ര മോളിക്യൂൾസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, മോൾ. അതിനുവേണ്ടി സയന്റിസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു കൗണ്ടിങ് യൂണിറ്റിനെയാണ് നമ്മൾ മോൾ എന്ന് പറയുക. അപ്പൊ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയൺ ആവാം, എന്തും ആവാം. ഇനി ഈ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ നമ്പർ ആണ് എന്ത്, അവഗാഡ്രോ നമ്പർ എന്ന് പേര് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആ കോൺസ്റ്റന്റിന് നമ്മൾ എന്ത് പറയുക, ഒരു യൂണിറ്റ് മോൾ ഇൻവേഴ്സ് വെച്ച് എഴുതി കഴിഞ്ഞാൽ NA എന്നാണ് അതിന്റെ സിമ്പിൾ. അതിന് നമ്മൾ എന്ത് പറഞ്ഞു, അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഒരു മോൾ കാർബണിലെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മോൾ കാർബൺ ആറ്റത്തിലെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതുക, 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലെ. അതായത് ഒരു മോൾ കാർബണിൽ എത്ര പാർട്ടിക്കിൾസ് എന്ന് ചോദിച്ചാൽ 6.022 അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയാം. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. കാർബൺ ആറ്റം അല്ലേ ഇവിടെ ഉള്ളത്, അങ്ങനെ പറയാൻ പറ്റും. ഇനി ഒരു മോൾ H2O എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയാൻ പറ്റും, 6.022 ഇൻറ്റു 10⁻23 H2O മോളിക്യൂൾ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ മോൾ യൂസ് ചെയ്യുന്നത്, മോൾ കൺസെപ്റ്റ്. നമ്മൾ പറയാൻ പോകുന്നത് ആറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ AMU എന്നുള്ളതാണ്. AMU എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യന്റെ വെയിറ്റ് നമ്മൾ എങ്ങനെ എടുക്കുക, കിലോഗ്രാമിലാണ്. അപ്പൊ എന്ത് വെയിറ്റ് ഞാൻ എന്തെല്ലാം പറയാ, കിലോഗ്രാമിലാണ് പറയാ. അത് ആറ്റത്തിന്റെ മാസ് കിലോഗ്രാമിൽ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ എന്റെ മാസ് എനിക്ക് കിലോഗ്രാമിൽ പറയാൻ പറ്റും. ഞാൻ അത്യാവശ്യം വലുതാണ്. പക്ഷെ ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കുഞ്ഞിയ കണാണ്, അതിന് ഏറ്റവും കുഞ്ഞിയ പാർട്ടിക്കിളാണ്, നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത അത്രയും ചെറിയ പാർട്ടിക്കിളാണ്. അപ്പൊ ഇതിന്റെ മാസ് എനിക്ക് കിലോഗ്രാമിൽ പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലെ, പറ്റില്ല. അപ്പൊ ആറ്റത്തിന്റെ ഒക്കെ മാസ് കണ്ടുപിടിക്കാം, അത്രയും ചെറിയ ആറ്റത്തിന്റെ ഒക്കെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി സയന്റിസ്റ്റുകൾ കൊണ്ടുവന്ന പുതിയ യൂണിറ്റ് ആണ് എന്ത്, ആറ്റോമിക് മാസ് യൂണിറ്റ് AMU അഥവാ യൂണിഫൈഡ് മാസ് യു. അപ്പൊ രണ്ട് പേരിൽ അറിയപ്പെടുന്നത് ആറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ
യൂണിഫൈഡ് മാസ് വേറൊരു പേരും കൂടെ ഡാൽട്ടൺ DA എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ 3 രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ ആറ്റത്തിന്റെ മാസ് പറയാൻ വേണ്ടിയിട്ടാണ് ആറ്റോമിക് മാസ് യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പോ ആറ്റോമിക് മാസ് യൂണിറ്റ് എങ്ങനെയാണ് ആറ്റത്തിന്റെ മാസ് പറയുന്നത്? കാർബൺ 12 എന്ന ഐസോട്ടോപ്പിനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കും. കാർബൺ 12 ഐസോട്ടോപ്പിനെ സ്റ്റാൻഡേർഡ് ആയി എടുക്കും. എന്നിട്ട് ഒരു AMU, ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം ആണ്. അതായത് ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസിനായിട്ട് ഡിവൈഡഡ് ബൈ 12 ചെയ്യാം. അപ്പൊ ഒരു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ആണ്. അപ്പോൾ ആറ്റത്തിന്റെ മാസ് നമ്മൾ പറയും, ഒരു ആറ്റത്തിന്റെ മാസ് നമ്മൾ ഏതൊരു ആറ്റത്തിന്റെ മാസ് നമ്മൾ പറയുമ്പോഴും കാർബൺ 12, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാർബൺ 12ന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആറ്റോമിക് മാസ് യൂണിറ്റ്. ആറ്റത്തിന്റെ മാസ് പറയാനാണ് AMU യൂസ് ചെയ്യുന്നത്. AMU അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് U എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി റിലേറ്റീവ് ആറ്റോമിക് ആൻഡ് മോളിക്യുലാർ മാസസ് ആണ് പറയുന്നത്. റിലേറ്റീവ് ആറ്റോമിക് മാസ് അല്ലെങ്കിൽ റിലേറ്റീവ് മോളിക്യുലാർ മാസ് എന്നൊക്കെ പറയുന്നുണ്ട്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാം, വേറൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാം. അതായത് എല്ലാ ആറ്റത്തിന്റെയും റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ത് ചെയ്യുക പറയാൻ വേണ്ടി, റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്ത് പറയാം. കാർബൺ 12 ഐസോട്ടോപ്പിനെ വെച്ച് റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് ആറ്റോമിക് മാസ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ റിലേറ്റീവ് ആറ്റോമിക് മാസിനും റിലേറ്റീവ് മോളിക്കുലാർ മാസിനും എന്തില്ല, യൂണിറ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ റിലേറ്റീവ് ആറ്റോമിക് മാസ് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെന്റിലുള്ള ഒരു ആറ്റത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. ഇതാ ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. റിലേറ്റീവ് ആറ്റോമിക് മാസ് ഈക്വൽ ടു ആവറേജ് മാസ് ഓഫ് 1 ആറ്റം ഓഫ് എൻ എലമെന്റ് ഡിവൈഡഡ് ബൈ 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. അതായത് ഒരു കാർബൺ 12 ആറ്റത്തിന്റെ 1/12 കമ്പയർ ചെയ്തിട്ടാണ് മറ്റൊരു ആറ്റത്തിന്റെ മാസ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് ആറ്റോമിക് മാസ്. റിലേറ്റീവ് മോളിക്കുലാർ മാസ് ആകുമ്പോൾ എന്താണ്, കാർബൺ 12 1/12 ഓഫ് കാർബൺ 12 ആറ്റത്തിനുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഒരു മോളിക്യൂളിന്റെ മാസിനെയാണ്. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് മോളിക്കുലാർ മാസ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് റിലേറ്റീവ് ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ നോക്കി നോക്കാം. ഓക്സിജൻ 16ന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് നോക്കി നോക്കാം. ഓക്സിജൻ 16 എന്ന് പറയുന്നത് കാർബൺ 12 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1.333 എന്താണ് ഹെവിയർ ആണ്. കാർബൺ 12 നമുക്ക് തന്നിട്ടുള്ള ഓക്സിജൻ എടുത്ത് നോക്കുമ്പോൾ ഓക്സിജൻ എന്താണ് 1.333 ടൈംസ് എന്താണ് ഹെവിയർ ആണ്. അപ്പോ നേരത്തെ ഇവിടെ കണ്ടല്ലോ, മാസ് ആവറേജ് മാസ് ഓഫ് 1 ആറ്റം ഓഫ് എൻ എലമെന്റ് അതെന്താണ് 1.333 ഇൻറ്റു ഡിവൈഡഡ് ബൈ 1/12 അല്ലേ, 1/12 മാസ് ഓഫ് കാർബൺ ആറ്റം അല്ലേ, അതെന്ത് ചെയ്തു 1/12 എന്ത് ചെയ്തു മേലെ പോകുമ്പോൾ ഇൻറ്റു 12 ആയി മാറി. അങ്ങനെ റിലേറ്റീവ് ആറ്റോമിക് മാസ് ഓക്സിജന്റെ എത്ര കിട്ടി, അപ്രോക്സിമേറ്റ്ലി 16 എന്ന് കിട്ടി. ഇനി റിലേറ്റീവ് മോളിക്കുലാർ മാസ് കാണണമെങ്കിൽ ഒരു എലമെന്റിൽ എല്ലാ ആറ്റത്തിന്റെയും റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇപ്പൊ റിലേറ്റീവ് മോളിക്കുലാർ മാസ്, ഇവിടെ ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട് H2O. H2O ഇപ്പൊ എത്ര ആറ്റംസ് ഉണ്ട്, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലെ. അപ്പൊ ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസും ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസും കൂടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോ 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു റിലേറ്റീവ് ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് റിലേറ്റീവ് ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. അതായത് ഒരു മോളിക്യൂളിന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൽ അടങ്ങിയിട്ടുള്ള ആറ്റത്തിന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് കണ്ടുപിടിച്ചാൽ മതി. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു റിലേറ്റീവ് ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എന്താണ് 1 ആണ്. റിലേറ്റീവ് ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്താണ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു 16 ആണ്. അപ്പൊ 2 ഇൻറ്റു 1 പ്ലസ് 16 എന്ന് പറയുന്നത് 2 പ്ലസ് 16 കിട്ടും 18 എന്ന് കിട്ടും. റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഒക്കെ ജസ്റ്റ് നമ്പേഴ്സ് മാത്രമാണ്, അതിന് ഡയമെൻഷൻസ് ഇല്ല, യൂണിറ്റ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, ആറ്റത്തിന്റെ മാസ് പറയാൻ വേണ്ടി കൊണ്ടുവന്ന യൂണിറ്റ് ആണ് ആറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ AMU എന്നുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാർബൺ 12 ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഒരു ആറ്റത്തിന്റെ മാസ് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, റിലേറ്റീവ് ആറ്റോമിക് മാസ് റിലേറ്റീവ് മോളിക്കുലാർ മാസ് എങ്ങനെയാന്ന് പറഞ്ഞു. അതിന്റെ 2 ഇക്വേഷൻസ് പറഞ്ഞു, എക്സാമ്പിളും പറഞ്ഞു. പിന്നെ എന്താണ് റിലേറ്റീവ് ആറ്റോമിക് മാസ് റിലേറ്റീവ് മോളിക്കുലാർ മാസ് എന്താണ്, യൂണിറ്റ്സ് ഇല്ല, ഡയമെൻഷൻ ഇല്ല, ജസ്റ്റ് എന്താണ് നമ്പേഴ്സ് ആണ്. റിലേറ്റീവ് ആറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഒരു ആറ്റത്തിന് മാസ് കാർബൺ 12 ആറ്റത്തിന്റെ 1/12 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഹെവിയർ ആണെന്ന് നോക്കിയാൽ മതി. പിന്നെ എത്ര കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് പറഞ്ഞു. റിലേറ്റീവ് മോളിക്കുലാർ മാസ് കാണണമെങ്കിലോ ആ മോളിക്യൂളിൽ അടങ്ങിയിട്ടുള്ള ആറ്റത്തിന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ത് ചെയ്താൽ മതി, സം ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. കാൽക്കുലേറ്റ് ദ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ.
അമോണിയ NH3, സോറി ഇവിടെ NH3 താഴെയാണ് വരുന്നത്. NH3 മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് ആണ് കാണുന്നത്. ഓക്കെ, NH3 ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം ഒരു നൈട്രജനും 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലെ. അപ്പൊ നൈട്രജന്റെ നമ്മൾ പറഞ്ഞു മോളിക്കുലാർ മാസ് കാണണമെങ്കിൽ ആറ്റങ്ങളുടെ അതിൽ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ ആറ്റോമിക് മാസുകൾ സം ചെയ്താൽ മതി. ഇപ്പൊ നൈട്രജന്റെ ആറ്റോമിക് മാസ് കാണുക പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ. അപ്പൊ 3 ഇൻറ്റു ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ചെയ്താൽ പോരെ. അപ്പൊ എന്ത് കിട്ടും, ആറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ 14 ആണ് പ്ലസ് 3 ഇൻറ്റു 3 ഹൈഡ്രജൻ ആയിട്ടുള്ളതുകൊണ്ട് 3 ഇൻറ്റു ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എന്താണ് 1 ആണ്. അപ്പൊ 14 പ്ലസ് 3 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 17 കിട്ടും. 17 AMU എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ഫോർമുല മാസ് ആണ്. ഫോർമുല മാസ്, അപ്പോ റിലേറ്റീവ് ആറ്റോമിക് മാസ് റിലേറ്റീവ് മോളിക്കുലാർ മാസിനും നമ്മൾ എന്ത് പറഞ്ഞു, സിമ്പിൾ യൂണിറ്റോ നമ്പേഴ്സ് മാത്രമാണ്, യൂണിറ്റും ഡയമെൻഷനും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ മോളിക്കുലാർ മാസ്, ആറ്റോമിക് മാസ്, ഫോർമുല മാസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിനൊക്കെ യൂണിറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ആറ്റത്തിന്റെ യൂണിറ്റ് എന്തിലാ പറയാ, AMU ലാണ് പറയാം. റിലേറ്റീവ് ആവുമ്പോ എന്താണ്, യൂണിറ്റ് ഇല്ല. വെറുതെ ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിറ്റ് ഉണ്ട്. എന്ത് യൂണിറ്റാ കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചല്ലോ, ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത് 17 AMU വന്നുള്ളത്. ഇനി നമുക്ക് ഫോർമുല മാസ് നോക്കിയാൽ, ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ അയോൺസ് ഒക്കെ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ മാസ് ആണ്. ഇപ്പോ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് Na പ്ലസ് അയോണും Cl മൈനസ് അയോണും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് NaCl അല്ലെ. അപ്പൊ ഒരു Na പ്ലസും ഒരു Cl മൈനസും, ഒരു Na പ്ലസിന്റെ അയോണിക് മാസ് കാണാം. ഒരു Na പ്ലസിന്റെ അയോണിക് മാസ് എന്താണ്, 23 ആണ്. 23 AMU ആണ്. ഒരു ക്ലോറിൻ Cl മൈനസിന്റെ അയോണിക് മാസ് എത്രയാണ്, 35.5. അപ്പോ 23 പ്ലസ് 35.5 AMU ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 58.5 AMU എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് പ്രോബ്ലംസ് വരിക. ഇനി മോളാർ മാസ് എന്താണുള്ളത്. മോളാർ മാസ് എന്ന് പറയുമ്പോൾ ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളാർ മാസ് എന്ന് പറയുന്നത്. ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളാർ മാസ് എന്ന് പറയുന്നത്. ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, ഒരു മോൾ സബ്സ്റ്റൻസിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും, മോളാർ മാസ് എന്ന് പറയുന്നത് ഒരു മോൾ സബ്സ്റ്റൻസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് അഥവാ എലമെന്റൽ എൻറ്റിറ്റീസ്. ആ എലമെന്റൽ എൻറ്റിറ്റി എന്താവാം, ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം, എനിത്തിങ്. അപ്പൊ മോളാർ മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മോളാർ മാസ് എന്ന് കഴിഞ്ഞാൽ ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയാം. ഒരു മോൾ സബ്സ്റ്റൻസിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് 6.022 × 10⁻23 എലമെന്ററി എൻറ്റിറ്റീസ്. ഇമ്പോർട്ടന്റ്. ഇനി മോളാർ മാസ്, ഒരു എലമെന്റിന്റെ മോളാർ മാസ് എങ്ങനെയാണ് കാണുക, ഒരു മോളിക്കുലാർ സബ്സ്റ്റൻസിന്റെ ഒരു മോളിക്കുലാർ സബ്സ്റ്റൻസിന്റെ മോളാർ മാസ് എങ്ങനെയാ കാണുക, പിന്നെ ഒരു അയണിക് കോമ്പൗണ്ടിന്റെ മോളാർ മാസ് എങ്ങനെയാ കാണുക. ഓക്കെ, നമുക്ക് ഓരോന്നിനെ നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഒരു എലമെന്റിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. ഇപ്പൊ റിലേറ്റീവ് ആറ്റം നമുക്കറിയാം, കാർബൺ 12ന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് നമ്മൾ പറഞ്ഞു 12 ഗ്രാം ആണ്. 12 ആന്ന് പറഞ്ഞു അല്ലെ, 12 ആണ്. അപ്പൊ ഒരു 12 ഗ്രാം സാമ്പിളില് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടാവുന്ന പഠിച്ചില്ലേ. അപ്പൊ മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണ്, കാർബൺ 12 എന്താണ്, 12 ഗ്രാം മോൾ ഇൻവേഴ്സ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയാം. പിന്നെ മോളാർ മാസിന്റെ യൂണിറ്റ് എന്താണ്, ഗ്രാം മോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ കാർബൺ 12ന്റെ മോളാർ മാസ് ചോദിച്ചാൽ എന്താ പറയാ, 12 ഗ്രാം മോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ മോളാർ മാസ് പറയാൻ നമുക്ക് എന്ത് മതി, റിലേറ്റീവ് ആറ്റോമിക് മാസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. റിലേറ്റീവ് ആറ്റോമിക് മാസിന് എന്തില്ല, യൂണിറ്റ് ഇല്ല. ഇവിടെ എന്ത് ചെയ്യണം, മോളാർ മാസ് പറയുമ്പോൾ ഗ്രാം മോൾ ഇൻവേഴ്സ് എന്ന യൂണിറ്റ് കൊടുക്കണം. ഇനി റിലേറ്റീവ് ആറ്റോമിക് മാസ് ഓഫ് സം എലമെന്റ്സ്, ചില എലമെന്റ്സിന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം. ഹൈഡ്രജന്റെ ഇപ്പൊ തന്നെ പഠിക്കാം. ഹൈഡ്രജൻ എന്താണ്, 1 ആണ്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സോഡിയം. താഴേക്ക് ഇങ്ങനെ പഠിച്ചു, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സോഡിയം. കാർബൺ എന്താണ്, 12 ആണ്. നൈട്രജൻ 40, ഓക്സിജൻ 16, സോഡിയം 23. ഫോസ്ഫറസ് 31 ആണ്. സൾഫർ ആണെങ്കിൽ 32.1, ക്ലോറിൻ 35.5 ആണ്. പൊട്ടാസ്യം 39.1, അയേൺ ആണെങ്കിലോ 55.9. അപ്പോൾ റിലേറ്റീവ് ആറ്റോമിക് മാസ് ആണ്, ചില എലമെന്റ്സിന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് ആണ് തന്നിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഇനി നമ്മൾ നേരത്തെ ഒരു എലമെന്റിന്റെ മോളാർ മാസ് എങ്ങനെ കാണാൻ പഠിച്ചു. ഇനി ഒരു മോളിക്കുലർ സബ്സ്റ്റൻസിന്റെ മോളാർ മാസ് എങ്ങനെ കാണാൻ നോക്കാം. എക്സാമ്പിൾ നോക്കിയേക്കാം, അതായിരിക്കും കൂടുതൽ മനസ്സിലാവുക.
ഇപ്പൊ വാട്ടറിന്റെ മോളാർ മാസ് കാണാനാണ്. വാട്ടറിന്റെ മോളാർ മാസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട് അല്ലെ. അപ്പൊ 2 ഇൻറ്റു ഒരു ഹൈഡ്രജന്റെ മോളാർ മാസ് പ്ലസ് ഒരു ഓക്സിജന്റെ മോളാർ മാസ്. അപ്പൊ എന്താ കിട്ടും? 2 ഇൻറ്റു മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ച റിലേറ്റീവ് മോളിക്കുലാർ മാസിൽ റിലേറ്റീവ് അറ്റോമിക് മാസിൽ പഠിച്ചില്ലേ? ഹൈഡ്രജൻ എന്താണ്? 1 ആണ്. 1 ഗ്രാം മോൾ ഇൻവേഴ്സ് കൊടുത്തു പ്ലസ് 16 ഗ്രാം മോൾ ഇൻവേഴ്സ്. കാരണം ഓക്സിജന്റെ നമ്മൾ ഇവിടെ ഓൾറെഡി റിലേറ്റീവ് അറ്റോമിക് മാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 16 ആണെന്ന്. ഇവിടെ മോളാർ മാസ് ആയതുകൊണ്ട് 16 ഗ്രാം മോൾ ഇൻവേഴ്സ് കൊടുക്കണം. അപ്പൊ 18 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 18 ഗ്രാം മോൾ ഇൻവേഴ്സ് മതില്ലേ? അതായത് റിലേറ്റീവ് അറ്റോമിക് മാസിന് നമുക്ക് മോളാർ മാസ് കിട്ടും എന്നുള്ള നമ്മൾ പറഞ്ഞു. മോളാർ മാസ് ഓഫ് എൻ എലമെന്റ് ആണെങ്കിലും മോളാർ മാസ് ഓഫ് മോളിക്കുലാർ സബ്സ്റ്റൻസ് ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി മോളാർ മാസും മോളിക്കുലാർ മാസും എങ്ങനെ എഴുതാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ വ്യത്യാസം ഇവിടെ എന്താ വരുന്നത്? മോളിക്കുലാർ മാസ് എഴുതുന്ന സമയത്ത് AMU എന്ന് കൊടുക്കും. മോളാർ മാസ് എഴുതുന്ന സമയത്ത് ഗ്രാം മോൾ ഇൻവേഴ്സ് കൊടുക്കും. റിലേറ്റീവ് ആണെങ്കിലോ ഒരു യൂണിറ്റും കൊടുക്കില്ല. ഓക്കെ, ബാക്കിയൊക്കെ എന്താണ്? സെയിം ആണ് കൊടുത്തില്ല. ഓക്സിജന്റേതാണെങ്കിൽ മോളിക്കുലാർ മാസ് എന്താണ്? 32 ആണ്. മോളാർ മാസ് എന്താണ്? 32 ഗ്രാം മോൾ ഇൻവേഴ്സ് ആണ്. അങ്ങനെ ഓരോ എലമെന്റ്സിന്റെയും ഇവിടെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. പിന്നെ അയോണിക് കോമ്പൗണ്ട്സിന്റെ മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാൻ? അയോണിക് കോമ്പൗണ്ട്സിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറയുമ്പോ ഇപ്പൊ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ മോളാർ മാസ്, ഇപ്പൊ അയോണിക് കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ NaCl എടുക്കാം. NaCl എന്താണ്? Na പ്ലസും ഒരു Na പ്ലസും ഒരു Cl മൈനസ് അയോണും ഉണ്ട്. അപ്പൊ മോളാർ മാസ് ഓഫ് Na പ്ലസും പ്ലസ് മോളാർ മാസ് ഓഫ് Cl മൈനസും. Cl മൈനസിന്റെ മോളാർ മാസ് നോക്കുമ്പോൾ Na പ്ലസിന്റെ മോളാർ മാസ് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ പഠിച്ച് ആ ബോക്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞില്ലേ? സോഡിയം എത്ര? 23. അപ്പൊ ഇവിടെ 23 മോളാർ മാസ് ആയതുകൊണ്ട് ഗ്രാം മോൾ ഇൻവേഴ്സ് പ്ലസ് Clന്റെ എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? 35.5 ആണെന്ന്. 35 ഇവിടെ കാണാൻ പറ്റും 35.5 ആണ്. അപ്പൊ എത്ര കിട്ടുക? അപ്പൊ അവിടെ എന്താ എടുക്കാം? 35.5 ഗ്രാം മോൾ ഇൻവേഴ്സ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 58.5 ഗ്രാം മോൾ ഇൻവേഴ്സ് കിട്ടും. അപ്പൊ NaClന്റെ മോളാർ മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമെന്ന് മനസ്സിലായി. അതായത് ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മളിപ്പോ പറഞ്ഞത് നമുക്ക് ആറ്റോമിക് മാസ് യൂണിറ്റ് മുതൽ പറഞ്ഞു നോക്കാം. അല്ല, മോള് മുതൽ പറഞ്ഞു നോക്കാം. മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ എന്താണ്? വളരെ കുഞ്ഞു ക്വാണ്ടിറ്റീസ് ആണ്. അവരുടെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോൾ എന്ന് പറയുന്നത്. ഒരു മോളിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഈ 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് നമ്മൾ എന്ത് പറഞ്ഞു? അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്താണ്? അവഗാഡ്രോ നമ്പർ എന്താണെന്ന് പറഞ്ഞു. അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ആ നമ്പർ മാത്രം, ആ പാർട്ടിക്കിൾസ് നമ്പർ മാത്രം. അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഇൻവേഴ്സ് എന്നുള്ള യൂണിറ്റ് വെച്ച് എഴുതാൻ എന്നെയാണ് അതിന്റെ സിമ്പൽ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിന്റെ മാസ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. അങ്ങനെ അത് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിന്റെ മാസ് 1/12 കാർബൺ 12 ആറ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാർബണിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 AMU എന്ന് പറയുന്നത്. 1 AMU എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ഡിവൈഡഡ് ബൈ 12 ആണ്. ഇനി റിലേറ്റീവ് ആറ്റോമിക് റിലേറ്റീവ് മോളിക്കുലാർ മാസ്. റിലേറ്റീവ് ആറ്റോമിക് റിലേറ്റീവ് മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ആറ്റോമിക് മാസും റിലേറ്റീവ് മോളിക്കുലാർ മാസും രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. പിന്നെന്താ? റിലേറ്റീവ് ആറ്റോമിക് മാസ് റിലേറ്റീവ് മോളിക്കുലാർ മാസ് ആകുമ്പോൾ നമ്പേഴ്സ് മാത്രമാണ് അതിന്, സിമ്പിളും കാര്യമൊന്നുമില്ല. ഇനി അതിന് ഡയമെൻഷൻ ഒന്നുമില്ല, യൂണിറ്റ് ഒന്നുമില്ല. ഇപ്പൊ ഓക്സിജന്റെയും ഒരു ആറ്റോമിക് മാസ് കാണുക, റിലേറ്റീവ് ആറ്റോമിക് മാസ് കാണുകയാണെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് കാർബൺ 12നേക്കാളും എത്രയാണെന്ന് നോക്കുക, ഹെവിയർ ആണെന്ന് നോക്കുക. ഇനി ഒരു മോളിക്യൂളിൻ്റെതാണെങ്കിലോ ആ മോളിക്യൂളിൽ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. H2O ആണെങ്കിൽ 2 ഹൈഡ്രജന്റെയും കൂടെ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക പ്ലസ് ഒരു ഓക്സിജന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് റിലേറ്റീവ് ആറ്റോമിക് മാസ് റിലേറ്റീവ് മോളിക്കുലാർ മാസ് കാണുക. ഇനി നമ്മൾ പറഞ്ഞു മോളിക്കുലാർ മാസും ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ഫോർമുല മാസ് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ്? ഇത് കാണുന്ന സമയത്ത് യൂണിറ്റ് കൊടുക്കണം. AMU എന്നുള്ള യൂണിറ്റ് ആണ് കൊടുക്കുക. പിന്നെ മോളാർ മാസ് എന്താണ്? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയുക. ഒരു മോൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6.022 into 10⁻23 എൻറ്റിറ്റി ആണ്. ഇനി മോളാർ മാസ് ഓഫ് എൻ എലമെന്റ്, ഒരു എലമെന്റിന്റെ മോളാർ മാസ് എന്താണ്? ഒരു മോളിക്യൂളിന്റെ മോളാർ മാസ് എന്താണ്? ഒരു അയണിക് കോമ്പൗണ്ടിന്റെ മോളാർ മാസ് എന്താണെന്ന് പറഞ്ഞു. ഒരു എലമെന്റിന്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ മോളാർ മാസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഗ്രാം മോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ പറഞ്ഞു. അപ്പോ കുറച്ച് ഇപ്പൊ ഇപ്പൊ നമുക്ക് റിലേറ്റീവ് ആറ്റോമിക് മാസ് ചില എലമെന്റ്സിനെ കാണാൻ പറ്റും. ഇതിലിപ്പോ ഹൈഡ്രജന്റെ മോളാർ മാസ് ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതണ്ട? 1 ഗ്രാം മോൾ ഇൻവേഴ്സ്. കാർബണിന്റെ ആണെങ്കിൽ 12 ഗ്രാം മോൾ ഇൻവേഴ്സ്. അങ്ങനെയാണ് മോളാർ മാസ് കാണുക. ഇനി ഒരു സബ്സ്റ്റൻസിന്റെ, ഒരു മോളിക്കുലാർ സബ്സ്റ്റൻസ് ആണെങ്കിലോ
ഓരോ എലമെന്റ്സിന്റെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് എഴുതുക. അപ്പൊ വാട്ടറിന്റെ ആണെങ്കിൽ 2 ഇൻറ്റു മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു ഗ്രാം മോൾ ഇൻവേഴ്സ്, അങ്ങനെ എഴുതി പോയാൽ മതി എന്ന് പറഞ്ഞു. ഇനി ഇതേപോലെ തന്നെയാണ് അയണിക് കോമ്പൗണ്ട് NaCl എക്സാമ്പിൾ പറഞ്ഞു, ഗ്രാം മോൾ ഇൻവേഴ്സിൽ തന്നെ എഴുതുക അയണിക് കോമ്പൗണ്ടിന്റെ മോളാർ മാസ്. ഇനി നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സബ്സ്റ്റൻസ്. എന്താണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോൾസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. എത്ര മോൾസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമ്പർ ഓഫ് മോൾസ് കൊടുക്കുന്ന സിമ്പൽ എന്താണ്? സ്മോൾ ലെറ്റർ N ആണ് കൊടുക്കുന്നത്. സ്മോൾ ലെറ്റർ N ലാണ് കൊടുക്കുക. സ്മോൾ ലെറ്റർ N എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് അല്ലെ. മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് മോളാർ മാസ്. മാസ് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ സ്മോൾ ലെറ്റർ M എന്ന് കൊടുത്തു, മോളാർ മാസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ M എന്ന് കൊടുത്തു. നമുക്ക് എക്സാമ്പിൾ നോക്കിയേക്കാം. ഒരു റിയാക്ഷനിൽ 0.5 മോൾ ഓഫ് അലൂമിനിയം ഈസ് റിക്വയർഡ്. അപ്പൊ മോളിന്റെ നമ്പർ നമ്പർ ഓഫ് മോൾസ് വന്നിട്ടുണ്ട്. സ്മോൾ ലെറ്റർ N എന്താണ്? 0.5 ആണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് അലൂമിനിയം റിക്വയർഡ് ഇൻ ഗ്രാംസ്. എത്ര അലൂമിനിയം വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഗ്രാംസിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് N തന്നിട്ടുണ്ട്, പിന്നെ ആറ്റോമിക് മാസ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ആറ്റോമിക് മാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോളാർ മാസ് എഴുതിക്കൂടെ? ക്യാപിറ്റൽ M എഴുതാൻ പറ്റുമല്ലോ, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആറ്റോമിക് മാസ് കമ്പയർ ചെയ്യുമ്പോൾ മോളാർ മാസ് ഗ്രാം മോൾ ഇൻവേഴ്സിൽ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഗ്രാം മോൾ ഇൻവേഴ്സിൽ എഴുതണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ മോളാർ മാസ് ഓഫ് അലൂമിനിയം നമുക്കറിയാം, അതായത് ക്യാപിറ്റൽ M അറിയാം, സ്മോൾ N അറിയാമെങ്കിൽ മാസ് ഓഫ് സബ്സ്റ്റൻസ്, മാസ് ഓഫ് അലൂമിനിയം കണ്ടുപിടിച്ചൂടെ? റിക്വയർഡ് മാസ് കണ്ടുപിടിച്ചൂടെ? M എന്ന് പറയുന്നത് N ഇൻറ്റു ക്യാപിറ്റൽ M. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് എത്ര? 0.5 മോൾ ആണ്. മോളാർ മാസ് ഓഫ് അലൂമിനിയം എന്താണ്? 27 ഗ്രാം ആണ്. എത്ര കിട്ടും? 13.5 ഗ്രാം. ഇങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസിന്റെ പ്രോബ്ലംസ് ചെയ്യുക. ഇതിൽ ഇനിയും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് വേറെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാൻ സിമ്പിൾ ആയിട്ട് പറയാം എങ്ങനെയാണ്? മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. N ഈക്വൽ ടു സ്മോൾ m ബൈ ക്യാപിറ്റൽ M ആണ്. ഇനി മോളാർ വോളിയം എന്താണ്? മോളാർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ VM എന്നുള്ളതാണ്. മോളാർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ വോളിയത്തിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയും പ്രഷറിനെയാണ്. അതായത് മോളാർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ്. നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി. അപ്പൊ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ബൈ മോളാർ ഡെൻസിറ്റി ആണ്. ഇത് മോളാർ വോളിയം പറയുന്നത് ഗ്യാസസിനൊക്കെയാണ്. ഓൺലി നമ്മൾ പറയുന്നത് ഗ്യാസസിന് മാത്രമാണ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ FTP എന്താണ്? FTP എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? 273 കെൽവിൻ ആണ്. സ്റ്റാൻഡേർഡ് പ്രഷർ എന്താണ്? 1 ബാർ ആണ്. STP മോളാർ വോളിയം, ഒരു ഐഡിയൽ ഗ്യാസിന്റെ മോളാർ വോളിയം എത്രയാണ്? 22.7 ലിറ്റർ ആണ്. അതായത് മോളാർ വോളിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോളാർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മോൾ സബ്സ്റ്റൻസിന്റെ വോളിയത്തിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയാ. പിന്നെ ഈ മോളാർ വോളിയം എന്ന് പറയുന്നത് ഗ്യാസസിനാണ് നമ്മൾ പറയുന്നത്. പിന്നെ മോളാർ വോളിയം ഗ്യാസസിലാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ FTP ഒരു ഐഡിയൽ ഗ്യാസിന്റെ വോളിയം എന്താണ്? 22.7 ലിറ്റർ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ 1 മോൾ O2 എത്ര 1 മോൾ O2ന്റെ വോളിയം ചോദിച്ചാൽ എത്ര പറയാ? 22.7 ലിറ്റേഴ്സ് ആണ്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ചോദിച്ചാലോ അവിടെ എന്താണ്? 22.7 ലിറ്റേഴ്സ് ആണ്. ഇങ്ങനെയാണ് മോളാർ വോളിയം പറയാ. ഇനി മോളിക്കുലാർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല എന്താണെന്നാണ്. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്ലൂക്കോസ് ആണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്, C6H12O6. അതെന്താണ്? അതിന്റെ മോളിക്കുലാർ ഫോർമുലയാണ്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുലയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് അതിനകത്ത് ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാർബൺ 6 ഉണ്ട്, ഹൈഡ്രജൻ 12 ഉണ്ട്, ഓക്സിജൻ 6 ഉണ്ട്. അതായത് ആക്ച്വൽ മാസ് ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഇൻ എ മോളിക്യൂൾ ആണ്. അതായത് എത്ര ആക്ച്വൽ ആറ്റംസ് എത്ര ഉണ്ടോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇനി എംപിരിക്കൽ ഫോർമുലയാണ് താഴെ കൊടുത്തുള്ളത്. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്, സിമ്പിൾ റേഷ്യോ ഓഫ് ആറ്റംസിന്റെ ഒരു സിമ്പിൾ റേഷ്യോ ആണ് എന്ത്? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പൊ C6H12O6 എന്നാണ് മോളിക്കുലാർ ഫോർമുല. ഇത് ഓൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ കാർബൺ 6 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എന്താണ്? ഒറ്റ കാർബൺ കിട്ടുള്ളൂ. ഹൈഡ്രജന് 12/6 ചെയ്യുമ്പോൾ 2, ഓക്സിജന് O കിട്ടും. അതായത് സിമ്പിൾ റേഷ്യോ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ പറയുന്നത് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ ഗ്ലൂക്കോസ് വെച്ച് പറഞ്ഞു.
ഇനി നമ്മൾ പറയുകയാണെങ്കിൽ പെർസെന്റേജ് കോമ്പസിഷൻ ആണ്. പെർസെന്റേജ് കോമ്പസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് പെർസെന്റേജ് കോമ്പസിഷൻ എന്ന് പറയുന്നത്. പെർസെന്റേജ് മാസ്, അതായത് പെർസെന്റേജ് മാസ് ഓഫ് എൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എൻ എലമെന്റ് ഇൻ 1 മോൾ ഓഫ് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻ 200. ഇതാണ് അതിന്റെ ഇക്വേഷൻ. നമുക്ക് പ്രോബ്ലം വെച്ച് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി നോക്കാം. പെർസെന്റേജ് കോമ്പസിഷൻ ഓഫ് അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം Al2O3 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ തന്നിട്ടുണ്ട്, ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ അലൂമിനിയത്തിൽ എത്ര അലൂമിനിയം ഉണ്ട്, അലൂമിനിയത്തിന്റെ പെർസെന്റേജ് കാണണം, പിന്നെ ഓക്സിജന്റെ പെർസെന്റേജ് കാണണം. അപ്പൊ Al2O3 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ നമുക്ക് രണ്ട് ആറ്റംസ് ഉണ്ട്, അതായത് അലൂമിനിയം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അതിൽ അലൂമിനിയം എത്ര ഉണ്ട്, ഓക്സിജൻ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. പെർസെന്റേജ് ഓഫ് അലൂമിനിയം, അലൂമിനിയത്തിന്റെ പെർസെന്റേജ് കാണണമെങ്കിൽ ബൈ ദ ഇക്വേഷൻ നമുക്ക് കാണാൻ പറ്റും ഒരു എലമെന്റിന്റെ, ഒരു മോൾ കോമ്പൗണ്ടിലുള്ള എലമെന്റ്, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെന്റ് ഏതാ, അലൂമിനിയം. ഏതാണ് കോമ്പൗണ്ട്, Al2O3. ഒരു മോൾ Al2O3യിലുള്ള മാസ് ഓഫ് അലൂമിനിയം, അതല്ല മേലെ കൊടുക്കേണ്ടത് മാസ് ഓഫ് അലൂമിനിയം ഇൻ 1 മോൾ ഓഫ് Al2O3. ഇനി താഴെ എന്താ കൊടുക്കേണ്ട, മാസ് ഓഫ് കോമ്പൗണ്ട്, മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട്. മോളാർ മാസ് ഏതാ കോമ്പൗണ്ട്, എന്താ, Al2O3. ഇനി Al2O3യുടെ മോളാർ മാസ് കണ്ടുപിടിച്ചൂടെ, 2 അലൂമിനിയം 3 ഓക്സിജനും. അപ്പൊ എന്താണ്, 2 into മോളാർ മാസ് ഓഫ് അലൂമിനിയം. അലൂമിനിയം എന്താണ്, 27 ആണ്, Alന്റെ 27 ഗ്രാം പ്ലസ് 3 into മോളാർ മാസ് ഓഫ് ഓക്സിജൻ. മോളാർ മാസ് ഓഫ് ഓക്സിജൻ എന്താണ്, 16. അപ്പൊ 2 into 27 പ്ലസ് 3 into 16 ചെയ്താൽ എത്ര കിട്ടും, 102. 102 ഗ്രാം എന്ന് കിട്ടും മോളാർ മാസ്. അപ്പൊ മോളാർ മാസ് കിട്ടി. ഇനി മാസ് ഓഫ് അലൂമിനിയം ഇൻ 1 മോൾ, 1 മോൾ ആണ് ഓൾറെഡി. അപ്പൊ സിൻസ് 1 മോൾ ഓഫ് Al2O3 കണ്ടെയ്ൻ 2 മോൾ ഓഫ് അലൂമിനിയം, നമുക്കറിയാം ഒരു മോൾ Al2O3യിൽ 2 അലൂമിനിയം ഉള്ളത് അല്ലെ, 2 അലൂമിനിയം 3 ഓക്സിജൻ അല്ലേ, അപ്പൊ 2 അലൂമിനിയം ഉള്ളത്. ഒരു അലൂമിനിയത്തിന്റെ മോളാർ മാസ് 27 ആണെങ്കിൽ രണ്ടെണ്ണത്തിന് എന്താണ്, 2 into 27 ചെയ്താൽ പോരെ, അപ്പൊ 54 കിട്ടും. അപ്പൊ പെർസെന്റേജ് ഓഫ് അലൂമിനിയം നമുക്ക് ഈസി കണ്ടുപിടിച്ചൂടെ, 54/102 into 100. അപ്പൊ എത്ര കിട്ടും, 52.9. അതായത് Al2O3യിൽ 52.9% അലൂമിനിയം ഉണ്ട്. ഇതേപോലെ ഓക്സിജൻ കണ്ടുപിടിച്ചൂടെ, നിങ്ങൾ നോക്കി നോക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാം. ഓക്സിജൻ കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഓഫ് ഓക്സിജൻ ഇൻ 1 മോൾ ഓഫ് Al2O3 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് Al2O3. മോളാർ മാസ് ഓഫ് Al2O3 മാറൂല, 102 തന്നെ. ന്യൂമറേറ്റർ മാറും. എത്രയാണ്, മാസ് ഓഫ് അലൂമിനിയം അല്ലേ, മാസ് ഓഫ് അലൂമിനിയം അല്ല, മാസ് ഓഫ് ഓക്സിജൻ ആണ്. 3 ഓക്സിജൻ അല്ലേ, അപ്പൊ 3 into ഓക്സിജൻ എത്രയാണ്, മാസ് 16 ആണ് അല്ലെ. 3 into 16 ഡിവൈഡ് ബൈ 102 into 100. പെർസെന്റേജ് ആയതുകൊണ്ടാണ് into 100 ചെയ്യുന്നത്. അപ്പൊ എത്ര കിട്ടും, 47. അപ്പൊ Al2O3 എന്ന് പറഞ്ഞ കോമ്പൗണ്ടില് 52.9% അലൂമിനിയവും 47.1% ഓക്സിജനും ഉണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് പെർസെന്റേജ് കണ്ടുപിടിക്കുക. ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റ്സിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നതാണ് പെർസെന്റേജ് കോമ്പോസിഷനിലൂടെ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കൽ ഇക്വേഷൻ ആൻഡ് റിയാക്ഷൻ സ്റ്റോഷിയോമെട്രി ആണ്. കെമിക്കൽ ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞു അല്ലെ, അതിന്റെ റിയാക്ഷൻ സ്റ്റോഷിയോമെട്രി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് റിയാക്ഷൻ സ്റ്റോഷിയോമെട്രിയിൽ എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്കറിയാം. എന്താ, റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നത് തന്നെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. റിയാക്ടൻസ് ലെഫ്റ്റ് സൈഡിൽ ആരോ മാർക്ക് ഇട്ട് റൈറ്റ് സൈഡിൽ എന്ത് എഴുതും, പ്രോഡക്ട്സ് എഴുതും അല്ലെ. അപ്പൊ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ എത്ര ആറ്റംസ് ഉണ്ട്, എത്ര മോൾസ് ഉണ്ട്, എത്ര ഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ എത്ര ലിറ്റർ ഉണ്ട്, ഇതൊക്കെ അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒരു കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കിട്ടും. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആക്ച്വലി അവിടെ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ കാണാൻ പറ്റും. 4Fe + 3O2 gives 2Fe2O3. അതായത് ഈ റിയാക്ഷൻ കണ്ടാൽ എന്ത് മനസ്സിലാവും, അയേണും ഓക്സിജനും 4 അയേണും 4Fe എന്ന് പറഞ്ഞാൽ 4 അയേണും 3 O2 മോളിക്യൂൾ 3 ഓക്സിജൻ മോളിക്യൂളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് Fe2O3 ഉണ്ടായി. അതായത് അയേൺ ഓക്സൈഡ് ഉണ്ടായി അല്ലെ. അയേണും ഓക്സിജനും കൂടി അയേൺ ഓക്സൈഡ് ഉണ്ടായി എന്നുള്ളത് ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഇതാണ് എന്ത്, ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള, ന്യൂമറിക്കൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്ത് ഇൻഫോർമേഷൻസ് ആ കിട്ടാൻ നോക്കാം. അതായത് ന്യൂമറിക്കൽ ആയിട്ട് 3 ഇൻഫോർമേഷൻസ് ആണ് ഇതിൽ കിട്ടുക. ആദ്യം എന്താണ്, അതിന്റെ മൈക്രോസ്കോപ്പിക് ലെവലിൽ അതിൽ എത്ര ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണെന്നുള്ളത്, ആറ്റത്തിന്റെ എണ്ണം കിട്ടും. രണ്ടാമത് എന്താണ്, അതിൽ എത്ര മോളുകളുടെ എണ്ണം എന്നുള്ളത് കിട്ടും. പിന്നെ അതിൽ
എത്ര മോളാർ മാസ് കിട്ടും, പിന്നെ വോളിയം കിട്ടും. ഇത്രയും 4 കാര്യങ്ങളാണ് നമുക്ക് ഈ റിയാക്ഷൻ വെച്ച് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആദ്യം മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. 4Fe + 3O2 ഗീവ്സ് 2Fe2O3. അതായത് 4 ആറ്റംസ് ഓഫ് അയൺ, 4 ആറ്റംസ് ഓഫ് Fe കമ്പൈൻ ചെയ്തു ആരുമായിട്ട്, 3 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ O2 ആയിട്ട് കമ്പൈൻ ചെയ്തു. കിട്ടിയതോ 2 ഫോർമുല മാസ് ഓഫ് Fe2O3. അയൺ ആയതുകൊണ്ടാണ് ഫോർമുല യൂണിറ്റ്സ് എഴുതിയുള്ളത്. 2 ഫോർമുല യൂണിറ്റ്സ് ഓഫ് Fe2O3. ഈ റിയാക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രാക്കറ്റിൽ Sg എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് സോളിഡ് ആണ്, ഗ്യാസ് ആണെന്നൊക്കെ ഉള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്ര ആറ്റംസ് അല്ലെങ്കിൽ എത്ര മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളത് ക്ലിയർ ആവും അല്ലെ. അപ്പൊ ആദ്യം കിട്ടുന്ന ഇൻഫോർമേഷൻ എന്താണ്? ഈ റിയാക്ഷൻ നോക്കുമ്പോൾ 4 ആറ്റംസ് ഓഫ് അയൺ കൂടി ചേർന്നു ആരുമായിട്ട്, 3 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ആയിട്ട്. അപ്പൊ എന്ത് പ്രോഡക്റ്റ് കിട്ടി? 2 ഫോർമുല യൂണിറ്റ്സ് ഓഫ് Fe2O3 കിട്ടിയെന്ന് മനസ്സിലായി. അപ്പൊ ആറ്റത്തിന്റെയും അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഒക്കെ കൗണ്ട് കിട്ടും. രണ്ടാമതായിട്ട് കിട്ടുന്നത് മോൾ റിലേഷൻഷിപ്പ്. രണ്ടാമതായിട്ട് കിട്ടുന്നത് മോൾ റിലേഷൻഷിപ്സ് ആണ്. അതായത് മോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 ആറ്റംസ് ഓഫ് Fe എന്നല്ലേ പറഞ്ഞത്. 4 ആറ്റംസ് ഓഫ് Fe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മോൾ ഓഫ് അയൺ ആണ്. 4 മോൾ ഓഫ് അയൺ 3 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 മോൾ ഓഫ് Fe2O3 കിട്ടി. അപ്പൊ നമുക്കൊരു റിയാക്ഷൻ കാണുമ്പോൾ എന്ത് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണെന്നുള്ളത് ക്ലിയർ ആവും. ആറ്റം മോളിക്യൂൾ എന്നുള്ളത് കിട്ടും. പിന്നെന്താണ്, എത്ര മോളുകളാണ് കമ്പൈൻ ചെയ്തത്, ഇതും നമുക്ക് എന്ത് ചെയ്യും? റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അടുത്തത് മാസ് റിലേഷൻഷിപ്പ് മനസ്സിലാവും. മാസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും Fe + O2 ഗീവ്സ് 2Fe2O3 ആണല്ലോ. അപ്പൊ ഓരോരുത്തരുടെയും മാസ് കാണാം. അപ്പൊ അയണിന്റെ മോളാർ മാസ് എത്രയാണ്? 55.8 ആണ്. ഇനി മോളാർ മാസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എന്താണ്? 2 × 16, അതായത് 32 ആണ്. മോളാർ മാസ് ഓഫ് Fe2O3 ഒക്കെ മേലെ കണ്ടുവച്ചിട്ടുണ്ട്, 159.6 ഗ്രാം ആണ്. ഇവിടെ കൊടുക്കാം. ഇക്വേഷനിൽ നോക്കുമ്പോൾ 4 മോൾ ഓഫ് Fe അല്ലേ. അപ്പൊ 4 മോൾ ഓഫ് Fe എന്ന് പറയുമ്പോൾ 4 × 55.8 പ്ലസ് 3 മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 3 × 32 ഗീവ്സ് എന്താണ്? 2 മോൾ ഓഫ് Fe2O3. 2 മോൾ ഓഫ് Fe2O3 പറയുന്നത് 2 × 159.6 എന്ന് കിട്ടും അല്ലെ. അതായത് 223.2 ഗ്രാം ഓഫ് അയണും 96 ഗ്രാം ഓഫ് ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് 319.2 ഗ്രാം ഓഫ് Fe2O3 കിട്ടിയെന്ന് മനസ്സിലായില്ലേ. ജസ്റ്റ് എന്താണ് ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ആറ്റംസ് കമ്പൈൻ ചെയ്യണോ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യണോ അത് കിട്ടും. പിന്നെന്താ പറഞ്ഞത്? രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു എത്ര മോളുകളാണ് കമ്പൈൻ ചെയ്തതെന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ മാസ് റിലേഷൻഷിപ്പ് കിട്ടും. ഇനി വോളിയം റിലേഷൻഷിപ്പ് കിട്ടും. നമ്മൾ പഠിച്ചില്ലേ, വോളിയം റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ വോളിയം ആർക്കാണുള്ളത്? ഗ്യാസസിനാണ് വോളിയം ഉള്ളത്. ഇപ്പൊ ഇവിടെ അയൺ എന്താണ്? സോളിഡ് അയൺ, അതിന് വോളിയം ഇല്ല. ഗ്യാസ് ആയിട്ട് ഇവിടെ ഉള്ള ആളാരാണ്? ഓക്സിജൻ. അപ്പോ 3 മോൾ ഓഫ് ഓക്സിജൻ അല്ലേ, അതായത് 3 മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു മോളിൽ 22.7 ലിറ്റർ ആണെങ്കിൽ 3 മോളിൽ എന്താ? 3 × 22.7 ലിറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് 4 റിലേഷൻഷിപ്സ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് us work out the molecular relationship for the reaction involved in manufacture of ammonia. ഹേബർ പ്രോസസ് ആണ് പറയുന്നത്. അമോണിയയുടെ മാനുഫാക്ചറിങ് ആണ് പറയുന്നത്. അതിന് ഹേബർ പ്രോസസ് എന്നാണ് പറയുക. ഹേബർ പ്രോസസ്സിൽ ഉള്ള അത് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത് നോക്കാം. അപ്പൊ ആദ്യത്തെ നോക്കിക്കോ, N2 + 3H2 ഗീവ്സ് 2NH3. അതായത് നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയ ഉണ്ടായി മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ആരൊക്കെ കമ്പൈൻ ചെയ്തു? മോളിക്യൂൾസ് ആണോ ആറ്റംസ് ആണോ? ആദ്യം മൈക്രോസ്കോപ്പിക് ആയിട്ട് ആരാ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? 1 മോളിക്യൂൾ ഓഫ് നൈട്രജനും 3 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് 2 മോളിക്യൂൾസ് ഓഫ് അമോണിയ ഉണ്ടായി മനസ്സിലായി അല്ലെ. അപ്പൊ മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ ആറ്റംസ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള റിലേഷൻ കിട്ടി. ഇനി നമ്മൾ മാക്രോസ്കോപ്പിക് ആയിട്ട് പോകണം. ഇനി നമ്മൾ നോക്കുമ്പോൾ മോൾസ് ആണ് ഇനി കണ്ടത്. ഇവിടെ നോക്കിക്കോ, 1 മോൾ അല്ലേ, ഇതിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? 1 അല്ലേ. അപ്പൊ 1 മോൾ ഓക്സിജനും 1 മോൾ നൈട്രജനും ഹൈഡ്രജന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? 3. അപ്പൊ 3 മോൾ ഹൈഡ്രജനും കൂടുമ്പോൾ 2NH3, 2 മോൾ ഓഫ് അമോണിയ ഉണ്ടാവുന്ന കിട്ടി. അപ്പൊ മോളിന്റെ എണ്ണം കിട്ടി. ഇനി നമ്മൾ പഠിച്ച മാസ് കണ്ടുപിടിക്കാണ്. മോളാർ മാസ് കണ്ടുപിടിച്ചൂടെ? മോളാർ മാസ് എത്രയാണ്? നൈട്രജന്റെ എന്താണ്? എന്നിന്റെ എന്താണ്? 14 ഗ്രാം ആണ്. അപ്പൊ N2 ആണെങ്കിലോ 17 × 2. അപ്പൊ എത്ര കിട്ടും? 28 ഗ്രാം എന്ന് കിട്ടും അല്ലെ. 28 ഗ്രാം എന്ന് കിട്ടും. ഇനി ഹൈഡ്രജന്റെ നോക്കിക്കോ, ഹൈഡ്രജൻ നമുക്കറിയാം 1 ആണെന്നുള്ളത്. അപ്പൊ H2 മോളിക്യൂൾ ആകുമ്പോൾ 2. അപ്പൊ എന്താണ്? 3 × 2 കിട്ടും, 6 ഗ്രാം കിട്ടും. ഇനി NH3 അല്ലേ, NH3 നോക്കുമ്പോൾ എന്താണ്? 17 ആണ് കിട്ടുക. NH3 എത്രയാണ്? 2 × 17 ചെയ്യുമ്പോൾ കിട്ടും 34 ഗ്രാം കിട്ടും. ഇനി വോളിയം നോക്കുകയാണെങ്കിൽ നൈട്രജൻ ഹൈഡ്രജൻ ഇവരൊക്കെ എന്താണ്? ഗ്യാസസ് ആണ്.
സോ ദാറ്റ് നൈട്രജന്റെ കോഫിഷ്യന്റ് 1 ആണ്. അപ്പൊ 1 മോൾ അല്ലേ, അപ്പൊ 1 into 22.7. ഇവിടെ എന്താണ് 3 മോൾ അല്ലേ, അപ്പൊ 3 into 22.7. കിട്ടുന്ന എന്താണ് 2 മോൾ ഓഫ് അമോണിയ അല്ലേ, 2 into 22.7. അതായത് ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്നുള്ളത്. ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് അതിൽ എത്ര മോൾ അല്ലെങ്കിൽ എത്ര ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്തെന്ന് കിട്ടും, പിന്നെ മോൾസിന്റെ എണ്ണം കിട്ടും, പിന്നെ എന്താണ് മാസ് കിട്ടും, പിന്നെ എന്താണ് വോളിയം കിട്ടും. ഇതാണ് റിയാക്ഷൻ സ്റ്റോഷിയോമെട്രിയിൽ പറയുന്നത്. ദെൻ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ടോപ്പിക്, ദറ്റ് ഇസ് ലിമിറ്റിംഗ് റിയേജന്റ് ആണ് പറയുന്നത്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇവിടെ ഒരു റിയാക്ഷൻ കാണാൻ പറ്റും, 2H2 plus O2 gives 2H2O എന്ന് കിട്ടും അല്ലെ. അപ്പോ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും 2H2 plus O2 gives 2H2. അതായത് 2 മോൾ ഹൈഡ്രജനും 1 മോൾ ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് 2 മോൾ വാട്ടർ ഉണ്ടായി, 2 മോൾ H2O ഉണ്ടായി എന്ന് പറയും അല്ലെ. സപ്പോസ് ഇപ്പൊ ഇവിടെ 2 മോൾ ഹൈഡ്രജനും 2 മോൾ ഓക്സിജനും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? 2 മോൾ ഹൈഡ്രജനും 2 മോൾ ഓക്സിജനും. ഇപ്പൊ 2 മോൾ ഹൈഡ്രജൻ കംപ്ലീറ്റ് യൂസ് ചെയ്ത് 1 മോൾ ഓക്സിജൻ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അതായത് സിമ്പിൾ ആയി പറയണമെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ റിയാക്ഷൻസ് ഇപ്പൊ എന്താണ് സാറ്റിസ്ഫൈഡ് ആണ്. 2 മോൾ ഹൈഡ്രജനും 1 മോൾ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് 2H2O ഉണ്ടായി എന്ന് പറഞ്ഞു. അതായത് സപ്പോസ് ഈ റിയാക്ഷൻ ഇപ്പൊ എന്താണ് ബാലൻസ്ഡ് ആണ്. സപ്പോസ് ഇവിടെ 2 മോൾ ഹൈഡ്രജനും 2 മോൾ ഓക്സിജനും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ 2 മോൾ ഹൈഡ്രജന് നമുക്കറിയാം കംപ്ലീറ്റ്ലി യൂസ് ചെയ്യും. ഈ റിയാക്ഷനിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തല്ലോ. 2 മോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിൽ 1 മോള് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യും, 1 മോൾ എന്തായിരിക്കും ബാക്കിയായിട്ട് വരും അല്ലെ, റെമിനൻസ് ആയിട്ട് ബാക്കി ആയിട്ട് വരും. അപ്പൊ ഈ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള റിയാക്ടന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ. ഓക്സിജൻ നമ്മൾ പറഞ്ഞു 1 മോൾ എക്സ്ട്രാ ഇടുകയാണെങ്കിൽ അതിനെ ബാക്കിയാവും എന്നുള്ള പറഞ്ഞു. അപ്പൊ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള റിയാക്ടന്റിനെ നമ്മൾ എന്ത് പറയും? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ആദ്യം തീരുന്ന റിയാക്ടന്റ് അതാണ് റിയാക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ആദ്യം തീരുന്ന റിയാക്ടന്റ് ഏതാണോ അതാണ് ഡിസൈഡ് ചെയ്യുന്നത് റിയാക്ഷൻ, അഥവാ അതാണ് പ്രൊഡക്റ്റിനെ തീരുമാനിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തീരുന്ന റിയാക്ടന്റ് ഏതാണോ, അല്ലെങ്കിൽ ആദ്യം തീരുന്ന റിയാക്ടന്റ് ആണ് പ്രൊഡക്റ്റിനെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോ റിയാക്ഷൻ നിർത്തണം എന്നുള്ളത് തീരുമാനിക്കുന്ന ആള്, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയാം. ഇവിടെ ഇപ്പൊ ആരാണ്? ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഇവിടെ വായിച്ചു നോക്കാം. 2 മോൾ ഓഫ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓൺലി 1 മോൾ ഓഫ് ഓക്സിജൻ. അതായത് 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 1 മോൾ ഓഫ് ഓക്സിജൻ ദെർഫോർ റിമൈൻസ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 2 മോള് ഹൈഡ്രജൻ 1 മോൾ ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു. ഇനി ഇവിടെ 1 മോള് കൂടെ എക്സ്ട്രാ ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഓക്സിജൻ ബാക്കിയായി പോകും, ആ ഓക്സിജൻ റെമിനൻസ് ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? ആ റിയാക്ഷൻ തീരുമാനിക്കുന്നത് റിയാക്ടന്റ് കഴിഞ്ഞ് ആദ്യം തീർന്ന കംപ്ലീറ്റ് റിയാക്ടന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ ആണ് എന്താ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അതായത് ലിമിറ്റിംഗ് റിയേജന്റ് അഥവാ ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ചാപ്റ്ററിൽ എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത ഈ ചാപ്റ്ററിൽ? ആദ്യം നമ്മൾ പറഞ്ഞു കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞു, അതിന്റെ സ്കോപ്പ് എന്താന്ന് പറഞ്ഞു, പിന്നെ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു, പിന്നെ 3 കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട 3 ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. കൺസർവേഷൻ ഓഫ് മാസ്, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, 3 ലോസ് പറഞ്ഞു. പിന്നെ നമ്മൾ ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റ് പറഞ്ഞു, ഡാൾട്ടന്റെ ആറ്റോമിക് തിയറി 5 പോസ്റ്റുലേറ്റ് പറഞ്ഞു, വെരി ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂള്, എന്താണ് എലമെന്റ് എന്ന് പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എലമെന്റ്സും അതിന്റെ സിമ്പലുകളും പരിചയപ്പെട്ടു, SI യൂണിറ്റുകൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ എന്താണ് മോൾ എന്നുള്ള കൺസെപ്റ്റ് വന്നു. മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഒരു എലമെന്ററി എൻറ്റിറ്റിയിലുള്ള എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ് ഇത് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 മോളിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവഗാഡ്രോ നമ്പർ എന്താണ്? അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്താന്ന് പറഞ്ഞു. പിന്നെ ആറ്റോമിക് മാസ് യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്? ആറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാന്ന് പറഞ്ഞു. AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 AMU എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ഡിവൈഡഡ് ബൈ 12. അതായത് 1/12 കാർബൺ 12 ആറ്റം. കാർബൺ 12 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഓരോ ആറ്റത്തിന്റെയും മാസ് പറയുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ് ആറ്റോമിക് മാസ് പറഞ്ഞു, മോളിക്കുലാർ മാസ് പറഞ്ഞു, റിലേറ്റീവ് മോളിക്കുലാർ മാസും റിലേറ്റീവ് ആറ്റോമിക് മാസിന്റെ ഇക്വേഷൻസ് പരിചയപ്പെട്ടു, എക്സാമ്പിൾസ് നോക്കി.
പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, മോളാർ മാസ് എന്താണെന്ന് പറഞ്ഞു. മോളാർ മാസ് എന്ന് പറഞ്ഞതാണ് ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. മോളാർ മാസ് ഒരു എലമെന്റിന്റെ മോളാർ മാസ് പറഞ്ഞു, പിന്നെ ഒരു മോളിക്കുലാർ സബ്സ്റ്റൻസിന്റെ മോളാർ മാസ് പറഞ്ഞു, പിന്നെ നമ്മൾ അയോണിക് കോമ്പൗണ്ടിന്റെ മോളാർ മാസ് പറഞ്ഞു. പിന്നെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണും, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണാം, മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സബ്സ്റ്റൻസ്. അതിലൊരു പ്രോബ്ലം നമ്മൾ നോക്കും. പിന്നെ മോളാർ വോളിയം നമ്മൾ പറഞ്ഞു, എസ് ടി പിയിൽ ഒരു മോൾ സബ്സ്റ്റൻസ്, ഒരു എസ് ടി പിയിൽ മോളാർ വോളിയം ഐഡിയൽ ഗ്യാസിന് എന്താണ് 22.7 ലിറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് പെർസെന്റേജ് കോമ്പോസിഷൻ, ഒരു കോമ്പൗണ്ടിലുള്ള ഒരു എലമെന്റിന്റെ എത്ര പെർസെന്റേജ് പ്രസന്റ് ആണെന്നുള്ള കണ്ടുപിടിക്കാൻ എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ കെമിക്കൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ കിട്ടും എന്ന് മനസ്സിലായി. നമ്മൾ 4 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു. ഏതൊക്കെയാണ്, ആദ്യം മോൾസ് ആണോ, എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്ന പറഞ്ഞു, എത്ര മോളിക്യൂൾസ് ആണ് റിയാക്ട് ചെയ്യേണ്ടത്, അല്ലെ എത്ര ആറ്റംസ് ആണ് റിയാക്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നതാണ്. പിന്നെ മോളിന്റെ എണ്ണം കിട്ടും, മാസ് കിട്ടും, വോളിയം കിട്ടും, 4 കാര്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്ന്, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം തീരുന്ന റിയാക്ടന്റ്, ആ റിയാക്ടന്റ് ആണ് ആ റിയാക്ഷനിലെ പ്രോഡക്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ആ ആളിനെ നമ്മൾ എന്ത് പറയാ, ആ റിയാക്ടന്റിനെ നമ്മൾ എന്ത് പറയാ, ലിമിറ്റിംഗ് റിയേജന്റ് അഥവാ ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് പറയാ. സോ ഇനി എനിക്കിതില് നമുക്കിതിൽ ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. 4 മാർക്സിന്റെ ചാപ്റ്റർ ആണിത്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വളരെ ബേസിക്സ് ഓഫ് കെമിസ്ട്രി, ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക്സ് മാത്രമാണ് ഇതിൽ ഡീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.